ഞാൻ ഇത്രയും ദിവസം ഇവനൊരു ലൈഫ് ഉള്ളതാണ് ഇവക്കൊരു ലൈഫ് ഉള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ. തർപ്പിച്ച് പറയാ ഞാൻ ചെയ്തില്ല. പക്ഷെ അവളുടെ ഫീസ് എന്താറിയല്ല പേടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. പിന്നെ ചിരി കളി പിന്നെ അവരെന്തോ പിന്നെ എന്തോ ചെയ്തു പറഞ്ഞു ഞാൻ പറയുന്നത്. ഇത്ര അടുപ്പിച്ചിട്ട് ഇത്ര ഈ ഡിസ്റ്റൻസിൽ വന്നത് പിന്നെ എന്തോ ചെയ്തോണ്ടിരുന്ന കാര്യം സംസാരം ഉണ്ടായിരുന്നില്ല. അവളുടെ ചിരി ഉണ്ടായിരുന്നു. എനിക്ക് തെളിവായിട്ട് ഒന്നുമില്ല കാണിക്കാൻ. ഞാൻ കണ്ടതാണ്. അതേ എനിക്കുള്ളൂ, എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഹലോ, ഐ ആം മുകേഷ് മാധവ്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു വഴിത്തിരിവ് വന്നേക്കുവാണ്. അതായത് അനുമോളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ജിസയിലും ആര്യനുമായിട്ടുള്ള രാത്രികാലങ്ങളെ കുറിച്ചെല്ലാം അനുമോള് വ്യക്തമായിട്ട് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതും കുടുംബക്കാരുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ ജിസയിലിനെയും ആര്യനെയും മുന്നിൽ നിർത്തി തന്നെ ഞാൻ പലതും കണ്ടിരുന്നു, നിനക്കും അവൾക്കും ഒരു ഭാവി ഉള്ളതല്ലേ എന്ന് കരുതി മാത്രമാണ് ഞാനിത് പറയാതിരുന്നത് എന്നാണ് അനുമോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആ പ്രൊമോയിൽ കാണുന്നത് പോലെ തന്നെ ആര്യൻ ഫയർ ആവുന്നുണ്ട്. ആര്യൻ അല്ലെങ്കിലും കുറച്ച് ഫയർ കൂടുതലാണ്. ആ ഫയറിൽ അനുമോളെ അടിച്ചു എന്ന തരത്തിലേക്കാണ് പോകുന്നത്. അടിച്ചിട്ടുണ്ടെങ്കിൽ ആര്യൻ എന്തായാലും പുറത്ത് പോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതിനേക്കാളും വലിയൊരു വിഷയം വരുന്നത് ആ പറഞ്ഞ ആരോപണം ശരിയാണോ ഇല്ലയോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അന്നത്തെ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അന്ന് എന്താണ് നടന്നതെന്ന്. അതായത് അനുമോളുടെ കിറ്റ് കാണാത്ത ദിവസം അന്ന് രാത്രിയിൽ 2 മണിക്ക് ലൈവ് കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഒരുപക്ഷെ ആ ഒരു കിടത്ത ഇല്ലെങ്കിൽ ഒരു പുതപ്പിനിടയിൽ രണ്ടുപേരും മുഖാമുഖം ചേർന്ന് വെച്ച് കിടക്കുമ്പോൾ അത് മുറങ്ങാതെ സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കാണാം. പുതപ്പനങ്ങുന്നുണ്ട്. ആ സമയത്താണ് അനുമോൾ അവിടേക്ക് ചെന്ന് ആര്യനെ വിളിക്കുന്നത്. ആര്യൻ എൻ്റെ കിറ്റ് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ അവിടെ ഒരു പ്രതികരണവുമില്ല ആര്യൻ്റെ ഭാഗത്ത് നിന്ന്. ആര്യൻ എന്തോ കണ്ട് ഞെട്ടിയതുപോലെ എണീക്കുന്നു. ഉറക്കത്തിലാണെന്ന് പറയാൻ കഴിയത്തില്ല, കാരണം പുതപ്പനങ്ങുന്നുണ്ട്, സംസാരം കേൾക്കുന്നുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ ചെന്നത്. ഇത് മാത്രമാണ് നമ്മൾ ലൈവിൽ കണ്ടതും പല പ്രേക്ഷകരും അത് കണ്ടിട്ട് തെറ്റായിട്ടാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഇത് ആലോചിക്കേണ്ടത് ഇത് മലയാളം ബിഗ് ബോസ് ആണ്, ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല, മറ്റ് ഭാഷകളുടെ കൂട്ടല്ല. ഇവിടെ ഒരു ചെറിയൊരു ഫിസിക്കൽ അസാൾട്ട് നടന്നാൽ പോലും അപ്പോഴേ എടുത്ത് വെളിയിൽ തൂക്കിക്കളയുന്നതാണ് ബിഗ് ബോസിൻ്റെ രീതി. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഓരോ രീതികളും നാളെ ചർച്ചാ വിഷയമാകുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് മത്സരാർത്ഥികൾ തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൽ നമ്മൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയൊക്കെ കണ്ടതാണ്. ജാസ്മിനും ഗബ്രിയുമായിട്ടൊന്ന് കയ്യിൽ പിടിക്കുന്നത് പോലും അത് എത്രമാത്രം വേറൊരു രീതിയിലേക്കാണ് മാറിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സൈബർ ആക്രമണം ഇപ്പോഴും ജാസ്മിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. അതെന്തായാലും ബിഗ് ബോസ് നല്ല രീതിയിൽ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതൊന്നും കട്ട് ചെയ്യാതെ അതേ വിഷ്വൽസ് ബിഗ് ബോസ് കാണിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനു ഇങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത് ഇന്നലെ വൈൽഡ് കാർഡ്സ് അങ്ങോട്ട് വന്നതിന് ശേഷമാണ്. അതായത് ജിസേലിനോടും ആര്യനോടും വൈൽഡ് കാർഡ്സിൽ വന്നവർ പലരും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഞങ്ങൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാക്കിൽ നിന്നാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെ മനസ്സിലാക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്ന്, എന്തൊക്കെയോ ഗുരുതര ആരോപണം പുറത്ത് നടക്കുന്നുണ്ട് എന്ന് അവർ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വൈൽഡ് കാർഡ്സിലുള്ളവർ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇങ്ങനൊരു കാര്യം പുറത്തും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് അനുമോൾ വീണ്ടും അനുമോൾക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അത് വൈൽഡ് കാർഡ്സ് വന്ന അന്ന് രാത്രി തന്നെ അനുമോൾ രാത്രിയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പലതും കാണുന്നുണ്ടായിരുന്നു, ഞാൻ പലതും കണ്ടിരുന്നു, ഞാൻ ചെക്ക് ചെയ്തിരുന്നു. ആദ്യമൊക്കെ എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ശൈത്യമില്ലാത്തൊരു ദിവസം എനിക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു. അതൊരു പക്ഷെ ഞാൻ തുറന്നു പറയാത്തതാണ്, കാരണം ആര്യനും ജിസേലിനും പുറത്തൊരു ലൈഫുണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് കരുതി പറയാതിരുന്നെന്നാണ് അനുമോൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ പതുങ്ങിയും ഒതുങ്ങിയും ഒന്നുമല്ല ഇക്കാര്യം പറയുന്നത്. എല്ലാവരും നിൽക്കുമ്പോൾ ആര്യൻ്റെയും ജിസേലിൻ്റെയും മുന്നിൽ വെച്ച് തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം ജിസേലുമായിട്ടുള്ള പ്രശ്നം മനസ്സിലുണ്ടായതുകൊണ്ട് ആര്യനെയും ജിസേലിനെയും കുറ്റക്കാരാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറയാം. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള ആഴ്ചകളിലാണ് അനുമോൾ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു അനുമോളും ജിസേലുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഇല്ലെങ്കിൽ അവരുമായിട്ടുള്ള ശത്രുത കൊണ്ടാണ് അനുമോൾ ഇങ്ങനെ പറയുന്നതെന്ന്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കഴിഞ്ഞ ആഴ്ചകളിൽ ലാലേട്ടൻ ഇടപെട്ടത് കൊണ്ടും പ്രശ്നങ്ങളെല്ലാം ഈ ആഴ്ച പരിഹരിച്ചത് കൊണ്ടും ആ വൈരാഗ്യം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം അതെല്ലാം അവിടെ സോൾവ് ചെയ്തതാണ്. ഇതൊരു പുതിയ വിഷയമാണ്. ഈ പുതിയൊരു വിഷയം തുടക്കമിട്ടത് തന്നെ വൈൽഡ് കാർഡ്സ് വന്നവരാണ്, അല്ലാതെ അനുമോളുടെ ഭാവനയിൽ തുടങ്ങി വെച്ച കാര്യമല്ല. ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയതും അനുമോളല്ല, പുറത്ത് ഓഡിയൻസ് തന്നെയാണ് ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയത്. ആ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എന്തൊക്കെയോ ശരിയല്ലായ്മ അവിടെ തോന്നിയിരുന്നു. ഒരുപക്ഷെ ഇത് ചിന്തിക്കേണ്ടത് ആര്യനും ജിസേലും മാത്രമായിരുന്നു. അവർ ചിന്തിക്കണമായിരുന്നു, ഇത് മലയാളി ഓഡിയൻസ് ആണ് കാണുന്നത്, കഴിഞ്ഞ സീസണിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായപ്പോൾ എന്തൊക്കെ ആരോപണങ്ങൾ നേരിട്ടു എന്നൊക്കെ അവർക്കറിയാവുന്നതാണ്. അവരൊക്കെ മുൻ സീസണുകളിലെ
ഗെയിമൊക്കെ കണ്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾ പോലും ആളുകൾക്ക് തെറ്റായിട്ട് തോന്നാം. ഇവിടെ ആളുകൾക്ക് തെറ്റായിട്ട് തോന്നിയാന്ന് പറയാൻ കഴിയില്ല. അവർ ആ സാഹചര്യം ഉണ്ടാക്കി വെച്ചു, അത് ബിഗ് ബോസ് ഷൂട്ട് ചെയ്തു, പുറത്തിട്ടു, ആളുകൾ ചർച്ച ചെയ്തു, പലരും അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു, പലരും ഗുരുതര ആരോപണം നടത്തി. അനുമോൾ ആ സാഹചര്യത്തിൽ മനഃപൂർവ്വം അവിടെ പോയി കാര്യങ്ങൾ പൊക്കിയതാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നൊരു സംഭവമാണ്. അന്നൊന്നും ഇക്കാര്യം തുറന്നു പറയാത്തതിൻ്റെ കാരണവും ഇവിടെ അനുമോൾ വ്യക്തമാക്കുന്നുണ്ട്. അവർക്കൊരു ലൈഫ് ഉള്ളതാണ്, ഫ്യൂച്ചർ ഉള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാത്തതെന്നാണ് അനുമോൾ ഇപ്പം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ആരെയും പ്രതികരിക്കുമായിരിക്കും. ഇവിടെ ആര്യൻ്റെയും ജിസേലിൻ്റെയും എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ കണ്ട പല കാര്യങ്ങളും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ആ വീഡിയോ എല്ലാം പുറത്തു വിടേണ്ടിയിരിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ബിഗ് ബോസിനോട് ചലഞ്ച് ചെയ്യാം, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ടോ, തെറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പുറത്തു വിടൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാനുള്ള ഗഡ്സ് അവർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ പലരും പറയും, ഓ നീയൊക്കെ അമ്മാവൻ സ്റ്റൈലാണോ, നീയൊക്കെ ഒരു ബെഡ് ഷെയർ ചെയ്തു എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നടത്താമോ എന്നൊക്കെ ചോദിക്കാം. ഇവിടെ കഴിഞ്ഞ 5-6 സീസണുകളിലായിട്ട് പലരും ബെഡ് ഷെയർ ചെയ്തിരുന്നു. ഏറ്റവും വൈറലായ സീസണായിരുന്നു സീസൺ 4. അവിടെ റിയാസും നിമിഷയൊക്കെ ബെഡ് ഷെയർ ചെയ്തിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്നായിരുന്നു ആദ്യമായിട്ട് ലൈവ് സ്ട്രീമിംഗ് ഉള്ളതും. അങ്ങനെയുള്ളപ്പോൾ അന്നൊക്കെ ആളുകൾ ബെഡ് ഷെയർ ചെയ്തപ്പോൾ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട് ഇന്ന് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നു? അത് ലൈവിൽ മോശമായിട്ട് കാണാൻ പറ്റാത്ത പലതും കണ്ടുകൊണ്ടായിരിക്കും. ബെഡ് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, 2 പേര് ബെഡ് ഷെയർ ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള ക്യാമറകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ പലരും പറഞ്ഞു വരുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ പുതപ്പിനകത്ത് പുതപ്പ് മൂടിയാണ് പലതും നടക്കുന്നതെന്നാണ് അവിടെ ഉള്ളവർ തന്നെ പറയുന്നത്. പുറത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് ഇനിയും അറിയണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വീഡിയോ തന്നെ പുറത്തു വരണം. ഇനി വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ജിസയിലും ആര്യനും തന്നെയാണ്. അവരൊന്ന് ചിന്തിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് കാണുന്നവർ എന്തായാലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ഒരുപക്ഷെ അതൊരു ഗെയിമായിട്ട് തന്നെ അവരെടുത്ത് പ്രയോഗിക്കുമെന്ന് ആ വിചാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഗെയിം കളിച്ചുകൂടാ എന്നൊന്നും പറയാൻ കഴിയത്തില്ല. അവർക്ക് കാണുന്ന തെറ്റുകൾ, അവിടെയുള്ള മത്സരാർത്ഥിക്ക് കാണുന്ന തെറ്റുകൾ അവരത് ചൂണ്ടിക്കാട്ടും. അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. അത് ബിഗ് ബോസിൻ്റെ ക്യാമറകളിൽ കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ വീണ്ടും ഗുരുതര ആരോപണമായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അനുമോൾ തുടങ്ങി വെച്ച പ്രശ്നമല്ല. ആ ലൈവ് കണ്ട പ്രേക്ഷകർ തന്നെ തുടങ്ങി വെച്ചതാണ്. പ്രേക്ഷകരാണ് ഈ അഭിപ്രായം പറയാൻ തുടങ്ങിയത്. അതായത് രാത്രി കാലങ്ങളിൽ പുതുപ്പിനടിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവരെന്താണ് കാണിക്കുന്നത് എന്ന് പ്രേക്ഷകരാണ് പറയാൻ തുടങ്ങിയത്. ആ പ്രേക്ഷകർ പറയുന്നത് പിന്നെ ട്രോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്, പല പേജുകളിലും മോശമായ രീതിയിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പുറത്തുണ്ടായിരുന്ന വൈൽഡ് കാർഡ്സ് അകത്ത് പോയി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ആരാണ് ചർച്ച ചെയ്യുന്ന അറിയത്തില്ല. എന്തായാലും ആര്യൻ്റെയും ജിസേലിൻ്റെയും മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത്, നീയൊക്കെ ഇവിടെ എന്താണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അവിടെയുള്ള കുടുംബാംഗങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചകൾക്കിടയിലാണ് അനുമോൾ വന്നത്. അവിടെ വെച്ചാണ് അനുമോൾ പറഞ്ഞത്, ഞാനും പലതും കണ്ടിരുന്നു, ഞാനൊന്നും പറയാതിരുന്നതാണ്. അപ്പോഴാണ് അവിടെയുള്ള മത്സരാർത്ഥി തന്നെ ചോദിക്കുന്നത്, നീ എന്താണ് കണ്ടത്, നീ എന്തെങ്കിലും കണ്ടിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് അനുമോൾ പറഞ്ഞിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു, ഞാൻ പെതുക്കെ അത് വീക്ഷിക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും എൻ്റെ മുന്നിൽ വെച്ച് തന്നെ നടന്നു. ഒരുപക്ഷെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ശൈത്യം ഇല്ലാത്ത സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു, അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു എന്ന് ലൈവിൽ തന്നെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു. അത് എപ്പിസോഡിലും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും അതിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്. ഇവിടെ വേറൊരു വ്യാഖ്യാനം വരാം, അനുമോൾ ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന്. ഇത് അനുമോൾ ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഇത് പ്രേക്ഷകർ ആരോപിക്കുന്ന ആരോപണമാണ്. അതായത് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിയ അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ഇത് ഒരു വ്യക്തിയുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് തോന്നിയ അഭിപ്രായമാണ് അവർ പരസ്യമായ വീഡിയോകൾ ചർച്ച ചെയ്തത്, ട്രോൾസായിട്ടും പല വീഡിയോകളായിട്ടും പലരും ചെയ്തതും. അത് കണ്ടാണ് ഇത് ബിഗ് ബോസിനകത്ത് തന്നെ എത്തുന്നത്. അങ്ങനെയുള്ളപ്പോൾ അത് അനുമോൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രോബ്ലം ആണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല. അത് ബിഗ് ബോസിനും പറയാൻ കഴിയില്ല. ഇത് പുറത്തുനിന്ന് വന്നവരാണ് ഈ പ്രശ്നം ഇവിടെ കൊണ്ടിട്ടത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ബിഗ് ബോസിന് ചോദിക്കാം, പുറത്തുള്ള കാര്യങ്ങൾ അകത്തെന്ന് പറയുന്നത് ശരിയാണോ? അതാരാണ് പറഞ്ഞത്, എന്തിനു പറഞ്ഞു, അവർക്ക് തെളിവുകളുണ്ടോ? ഇവിടെ ലൈവിൽ അത്ര മോശമായിട്ടുള്ള രംഗങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. എന്നിരുന്നാൽ തന്നെയും പ്രേക്ഷകർ പറഞ്ഞ ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് പല വീഡിയോയിലും നമ്മൾ കണ്ടത്. ഇവിടെ ആലോചിക്കേണ്ടത്, പ്രേക്ഷകർക്കറിയാം ഇതൊരു ഗെയിമാണ്, ഈ ഒരു സംഭവം എടുത്ത് അവിടുത്തെ മത്സരാർത്ഥികൾ ആയുധമായിട്ട് ഉപയോഗിക്കുമെന്നൊക്കെ പ്രേക്ഷകർക്കറിയാം. എന്നിട്ടും ആരും അത് പ്രയോഗിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിൻസിയുടെ വിഷയം വന്നായിരുന്നു. ബിൻസിയുടെയും അപ്പാനിയുടെയും വിഷയം വന്നപ്പോഴും അവിടെയുള്ള ആളുകൾ അതങ്ങ് ഒതുക്കി തീർത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബിൻസി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കത്തിജ്വലിച്ച് പോയേനെ. അവിടെ ബിൻസിയും അപ്പാനിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ
ബന്ധങ്ങളുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത്. അതിനെ ആയുധമാക്കി അവിടെയുള്ള മത്സരാർത്ഥികൾ എടുക്കുമെന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആ ആലോചന ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പാനി എല്ലാവരോടും പോയി സോറി പറയുകയും ഇക്കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യല് ഷാനവാസിന്റെ വരെ കാല് പിടിക്കുന്ന അവസ്ഥ അപ്പാനിക്കുണ്ടായത്. ഒരുപക്ഷെ അന്ന് വരെ നല്ലൊരു രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന അപ്പാനി പിന്നീട് അങ്ങോട്ട് നിറം മങ്ങി വെറും ഒരു ലോക്കൽ ഹീറോ ആയി പോകുന്നതിൻ്റെ കൂട്ട് പോയതും ഹൗസിലുള്ളവരെല്ലാവരും ഒപ്പം എടുത്ത് പഞ്ഞിക്കിടുന്നതും ആ ഒരു കാര്യം കൊണ്ടാണ്. കാരണം അപ്പാനിക്കറിയാം എന്തെങ്കിലും പറയുവാണെങ്കിൽ പഴയ കാര്യങ്ങൾ എടുത്തിടുമോ എന്നുള്ള പേടി അപ്പാനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം ഇവിടെ അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ഒരു സാഹചര്യം അവർ ക്രിയേറ്റ് ചെയ്തോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഒരുപക്ഷെ അന്ന് അനുമോൾ പറഞ്ഞിരുന്നു എന്താണ് അപ്പാനിയും അവളുമായിട്ട് കാണിച്ചു കൂട്ടിയത്, അതുകൊണ്ടല്ലേ ബിൻസി പുറത്തു പോയത് എന്ന് അപ്പാനിയുടെ മുഖത്ത് നോക്കിയും അനുമോൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഹൗസിനുള്ളിലുള്ളവർ അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയതും പിന്നീട് ജനങ്ങൾ അതെടുത്ത് ട്രോൾ ചെയ്യാനും ഇല്ലെങ്കിൽ വിശദീകരിക്കാനും കാരണമായത്. ഇവിടെയെങ്കിൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യം നേരെ മറിച്ചായിരുന്നു. ഇത് ഹൗസിനുള്ളിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പുറത്തുനിന്ന് വന്ന ആളുകളുടെ കയ്യിൽ നിന്നും വന്ന ഒരു മെസ്സേജാണ് ഈ വിഷയം ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. കാരണം അവിടെയുള്ള മത്സരാർത്ഥികൾ ആ രംഗം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് അനുമോൾ ആരോപിക്കുമ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ ബിഗ് ബോസിന് നിർബന്ധിതമാവും. അങ്ങനെയാകുമ്പോൾ വീണ്ടും ആ വീഡിയോ പ്രേക്ഷകർ കാണും, അത് വീണ്ടും ചർച്ച ചെയ്യും. ഇത് ആരിനും ജിസേലിനും തന്നെ ആയിരിക്കും കുഴപ്പമുണ്ടാകുന്നത്. ഇവിടെ തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു സാഹചര്യം അവർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രേക്ഷകർക്ക് സംസാരിക്കാൻ അങ്ങനൊരു സാഹചര്യം അവർ ഉണ്ടാക്കി കൊടുത്തു. അത് മത്സരാർത്ഥികൾക്ക് ഒരു ആയുധമാക്കി പ്രയോഗിക്കാൻ ബിഗ് ബോസ് ഹൗസിൽ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തതും ഇവർ തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതിനുശേഷം നമ്മൾ പിന്നീട് കണ്ടതാണ് ജിസേലും ആര്യനും തിരിഞ്ഞു കിടക്കുന്നത്. ഒരുപക്ഷെ അങ്ങനൊരു ചർച്ച വന്നതുകൊണ്ടാണ് അവർ രണ്ടുപേരും തിരിഞ്ഞു കിടക്കാൻ ആരംഭിച്ചത്. ഇത് ആദ്യം മുതലേ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടാവുമായിരുന്നു. അവിടെ ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കും തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നതെന്ന്, ഇല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ തിരിഞ്ഞു കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരിക്കലും തെറ്റ് പറയാൻ കഴിയത്തില്ല. കാരണം ആര്യനും ജിസേലിനും തന്നെ മനസ്സിലായി അത് തെറ്റായിട്ട് പുറത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്, പുറത്തുനിന്ന് വന്ന മത്സരാർത്ഥികൾ പറഞ്ഞത് ശരിയായുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ തിരിഞ്ഞു കിടന്നത്. ഇല്ലെങ്കിൽ എന്തിനു തിരിഞ്ഞു കിടക്കണം? ഇതില്ലെങ്കിൽ അത് കുഴപ്പമില്ല എങ്കിൽ എന്തിനു പിന്നെ തിരിഞ്ഞു കിടക്കണം? എന്തായാലും ഇത് അടുത്ത ആഴ്ച വലിയൊരു തർക്കമായിട്ട് തന്നെ ഉയരും. ലാലേട്ടൻ വന്ന് മിക്കവാറും വീഡിയോ എല്ലാം എടുത്ത് പുറത്തിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു ഫിസിക്കൽ അസാൾട്ട് വരെ നടക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയത്. അതുപോലെ തന്നെ പ്രതികളായിട്ട് നിൽക്കുന്നത് ജിസേലും ആര്യനുമാണ്. അപ്പോൾ ആ വീഡിയോ കാണിക്കേണ്ടതും ബിഗ് ബോസിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറും. എന്തായാലും ഈ കേസ് വീണ്ടും കുത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് പല കാര്യങ്ങളും പുറത്ത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എല്ലാം ഓർക്കേണ്ടത് ഇത് പ്രേക്ഷകർ തന്നെ തുടങ്ങി വെച്ച ഒരു ആരോപണമാണ്, അല്ലാതെ അനുമോളോ അല്ലെങ്കിൽ മത്സരാർത്ഥികളോ തുടങ്ങി വെച്ച ആരോപണമല്ല. ലൈവ് കണ്ടവർക്ക് തോന്നിയ സംശയമാണ് ഇപ്പോൾ ഈ സ്ഥിതിയിലേക്ക് എത്തിയത്. അത് അവിടെയുള്ള മത്സരാർത്ഥികൾ ഇതുവരെ പ്രയോഗിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ആ ആരോപണം ഇതുവരെ അവിടെ ആരും ഉന്നയിച്ചില്ലായിരുന്നു, ഇപ്പോൾ മാത്രമാണ് ഉന്നയിച്ചതും അതിനെക്കുറിച്ച് ചർച്ച വന്നതും. എന്തായാലും ഇനി കണ്ടു തന്നെ അറിയണം എന്താണ് നടക്കുന്നതെന്ന്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.